നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പേയാട് ശ്രീ തമ്പുരാൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പൊങ്കാലയോടെ ഇന്ന് പരിസമാപ്തി. ഈ പ്രദേശത്ത് ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുണ്യ പുരാതന ക്ഷേത്രമാണ് കാവള തമ്പുരാൻ ക്ഷേത്രം. 11-ാം തീയതി ശനിയാഴ്ചയാണ് അമ്പലത്തിൽ തൃക്കൊടിയേറിയത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിരവധി അത്ഭുത പ്രവർത്തികൾ നടന്നിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. എന്റെ പേര് വിജയനാണ്. ഞാനിപ്പോ ഈ അമ്പലത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ആരാധിച്ചു വന്നിരുന്ന അമ്പലങ്ങളും ബ്രാഹ്മണ ഇല്ലവും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് ഇവിടെ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്ന് അവർ ശപിച്ച് അമ്പലത്തിൽ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിലുള്ള വിളക്കും മറ്റ് സാധനങ്ങളെല്ലാം അടുത്തൊരു കുളത്തിൽ ഉപേക്ഷിച്ചിട്ട് അവരിവിടുന്ന് പാലായനം ചെയ്തു. പിന്നെ അതിനുശേഷം ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട് തന്നെ ഒരു ബ്രഹ്മരക്ഷസ് ഈ നാട് മുടിപ്പിച്ചു. അവര് ബ്രഹ്മരക്ഷ രൂപം കൊണ്ട് കലിതുള്ളി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനോ താമസിക്കാനോ ഒക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ അന്നത്തെ നാട്ടുകാർ മലങ്കാണിയെ പോയി കണ്ട് അവിടുന്ന് വില കൊടുത്തൊരു തമ്പുരാനെ വാങ്ങി കൊണ്ടുവന്ന് കുടിയിരുത്തി. ആ തമ്പുരാൻ വന്നതിന് ശേഷമാണ് ഈ ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം നാട്ടിൽ നിന്ന് മാറി ഈ തമ്പുരാന്റെ അനുഗ്രഹം നാട്ടുകാർക്ക് ഉണ്ടായി തുടങ്ങി. തമ്പുരാന്റെ എല്ലാവിധ അനുഗ്രഹം ഇവിടെ നാനാജാതി മതത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരു ഹിന്ദു എന്നോ അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ അമ്പലം നടന്നു പോകുന്നത്. ശിവന്റെ പൂർണ്ണകമായ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അരുളപ്പാടുണ്ടാകുകയും പ്രശ്നവശാൽ അത് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര നിർമ്മാണം നടന്നുവരുന്നു.